അർപ്പണ മനോഭാവവും കഠിനാധ്വാനവും കൊണ്ട് തൻ്റെ 31 വർഷത്തെ അധ്യാപന ജീവിതത്തെ ധന്യമാക്കിയ മാതൃകാ അധ്യാപിക. അറിവിനൊപ്പം സ്നേഹവും കരുതലും നൽകി തൻ്റെ വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങൾ കീഴടക്കിയ ഗുരുനാഥ. ഏറ്റെടുക്കുന്ന ഉദ്യമങ്ങൾ ഓരോന്നും അതിൻ്റെ പരിപൂർണതയിലെത്തിക്കും വരെ അക്ഷീണമഗ്നിക്കുന്ന പോരാളി. കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച IT ട്രെയിനർമാരിലൊരാൾ ശ്രീമതി കുഞ്ഞുമോൾ സെബാസ്റ്റ്യൻ. തറപ്പേൽ CL സെബാസ്റ്റ്യൻ്റെയും മേരിക്കുട്ടി സെബാസ്റ്റ്യൻ്റെയും മകളായി 1969 ജനനം. കാണക്കാരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മാന്നാനം KE കോളേജിൽ നിന്ന് സുവോളജിയിൽ ഡിഗ്രിയും മാന്നാനം സെൻറ്റ് ജോസഫ് ട്രെയിനിങ് കോളേജിൽ നിന്ന് BEd ഡിഗ്രിയും കരസ്ഥമാക്കി. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc കരസ്ഥമാക്കി 1994 സെൻറ്റ് ജോസഫ് UP സ്കൂളിൽ അധ്യാപികയായി ആദ്യ നിയമനം. 1999 സെൻറ്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപികയായി സ്ഥാനക്കയറ്റം. 2001-2002 കാലഘട്ടത്തിൽ മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിൽ അധ്യാപിക. ഒരു വർഷത്തിനു ശേഷം മാന്നാനം സെൻറ്റ് എഫ്രൈംസിൽ തിരികെ എത്തി. പിന്നീടുള്ള യാത്ര എഫ്രൈംസ് കുടുംബത്തിനൊപ്പം. എക്സ് സർവീസ്മാനായ ജോസ് തോമസാണ് ടീച്ചറിൻ്റെ ജീവിത പങ്കാളി. MCom ട്രെയിനിയായ മകൻ സരുൺ തോമസും CA സ്റ്റുഡൻ്റായ മകൾ തെരേസ തോമസും അടങ്ങുന്നതാണ് ടീച്ചറിൻ്റെ കൊച്ചു കുടുംബം. നമ്മുടെ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് മിസ്ട്രസ്സായിരുന്ന കുഞ്ഞുമോൾ ടീച്ചർ അക്ഷീണ പരിശ്രമത്തിലൂടെ സെൻറ്റ് എഫ്രൈംസ് ലിറ്റിൽ കൈറ്റ്സിനെ കോട്ടയം ജില്ലയിലെ മികച്ച യൂണിറ്റായി വളർത്തുകയും 3 തവണ ജില്ലയിലെ മികച്ച യൂണിറ്റിനുള്ള അവാർഡ് കരസ്ഥമാക്കുകയും സെൻറ്റ് എഫ്രൈംസിൻ്റെ പ്രശസ്തി വാനോളം ഉയർത്തുകയും ചെയ്തു. 2018 സ്കൂൾ വിക്കി ഡിസ്ട്രിക്ട് ലെവൽ സെക്കൻഡ് പ്രൈസ്, 2019 സ്കൂൾ വിക്കി ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് പ്രൈസ്, 2022 സ്കൂൾ വിക്കി ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് പ്രൈസ്, 2018-19 ലിറ്റിൽ കൈറ്റ്സ് ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് പ്രൈസ്, 2023-24 അധ്യയന വർഷം ലിറ്റിൽ കൈറ്റ്സിൽ ഡിസ്ട്രിക്ട് ലെവൽ ഫസ്റ്റ് പ്രൈസ്. ഇങ്ങനെ നിരവധി നേട്ടങ്ങൾ കുഞ്ഞുമോൾ ടീച്ചർ ലിറ്റിൽ കൈറ്റ്സ് മിസ്ട്രസ് ആയിരുന്ന കാലഘട്ടത്തിൽ സെൻറ്റ് എഫ്രൈംസ് കരസ്ഥമാക്കുകയുണ്ടായി. ജില്ലാ ഉപജില്ലാ IT മേളകളിൽ നമ്മുടെ സ്കൂൾ തുടർച്ചയായി ഒന്നാമതെത്തിയതും നമ്മുടെ കുട്ടികൾക്ക് കുഞ്ഞുമോൾ ടീച്ചർ നൽകിയ നിരന്തരമായ പരിശീലനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഫലമായാണ്. സ്കൂളിലെ SITയുടെ ചാർജ് വഹിച്ചിരുന്ന ടീച്ചർ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകളും അർഹരായ കുട്ടികൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട മറ്റാനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിലും ബദ്ധശ്രദ്ധാലുവായിരുന്നു. IT സംബന്ധമായും ഡിപ്പാർട്ട്മെൻ്റൽ സംബന്ധമായുമുള്ള ഏത് സംശയങ്ങൾക്കും ടീച്ചർ ഒരു എൻസൈക്ലോപീഡിയ തന്നെയായിരുന്നു. നമ്മുടെ സ്കൂളിലെ അധ്യാപകർ മാത്രമല്ല, മറ്റു സ്കൂളിലെ അധ്യാപകർ പോലും ഇത്തരം കാര്യങ്ങളിൽ സംശയ നിവാരണം തേടിയിരുന്നത് ടീച്ചറിനോടായിരുന്നു. അതിനെല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി മറുപടി നൽകുവാനും കുഞ്ഞുമോൾ ടീച്ചർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. ബയോളജി അധ്യാപിക എന്ന നിലയിലുള്ള ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നു. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേകം പരിശീലനം നൽകി അവരെ പഠന മികവിലേക്ക് എത്തിക്കാൻ കുഞ്ഞുമോൾ ടീച്ചർ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. കഠിനമായ പാഠഭാഗങ്ങൾ പോലും ലളിതവും സരസവുമായി അവതരിപ്പിച്ച് കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കുവാൻ ടീച്ചർക്ക് പ്രത്യേക വൈഭവമുണ്ടായിരുന്നു. പുതുതലമുറയിലെ അധ്യാപകർ കണ്ടുപഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് കുഞ്ഞുമോൾ ടീച്ചറിൻ്റെ അധ്യാപക ജീവിതം.